മോൻ എപ്പോഴാ വന്നേ ഉള്ളെങ്കിലേ ജലീലിക്ക വിളിച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഈ രാത്രി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. എന്താ ഇത്? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ പോരെ? ഇത് പണി വേറെയാ ബാലു. NIA നാളെ സാറിനെ അറസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ പണി കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെയും ഉണ്ടല്ലോ കുലകുത്തികൾ. നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങോട്ട് ഇല്ലാണ്ടാവും. അനക്ക് അത് ഓർക്കുമ്പോഴാണ് വിഷമം. എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ പാർട്ടിയാ, അറിയാല്ല. പിന്നെ 36 കൊല്ലത്തെ എൻ്റെ അധ്വാനം എല്ലാം ഈ ഒറ്റ രാത്രി കൊണ്ട് കഴിയും. അങ്ങനെ ഒന്നും വരില്ലെന്നേ. ഇവിടെ എല്ലാവർക്കും അങ്കിളിനെ വേണം. അങ്കിളി ചെയ്തതൊന്നും അങ്കിളിന് വേണ്ടി മാത്രമൊന്നും അല്ലല്ലോ. പങ്ക് എല്ലാവർക്കും കൊടുത്തല്ലേ. അതൊന്നും ഒരുപക്ഷെ കണക്കിൽ വരില്ല ബാലു. നമ്മൾ ഈ മുന്നണിയിലെ ചെറിയൊരു പാർട്ടി മാത്രമാണ്. ഇനിയിപ്പോൾ സാറ് വീണ നമ്മളെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മന്ത്രിയാവും. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരാ കൂടുതലും. പോട്ടെ ജലീലേ, എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടടോ ഒരു ഒടുക്കം. എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ ജലീലിക്ക. അങ്കിളിനെ ഇത്രയും വീക്കായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ അഡ്വക്കേറ്റ് ഇഷ്ടമുള്ള ഇപ്പോൾ വരും, ആലോചിക്കാം. പക്ഷേ അതിനേക്കാൾ എമർജൻസിയുള്ള മറ്റൊരു കാര്യമുണ്ട് ബാലു. കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മാറ്റണം. ഗോൾഡോ? NIA നാളെ ഇവിടെ കയറി ഉഴുതുമറിക്കും. സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്ന അപകടമാ. എത്രയുണ്ട്? 18 കിലോ. എങ്ങോട്ട് മാറ്റും? നമുക്ക് തൃശ്ശൂർ എത്തിക്കണം. തൃശ്ശൂർ എത്തിച്ചാൽ അവിടെ മുനിയറുണ്ട്, സേഫാ. പക്ഷെ ഇത് ആര് കൊണ്ടുപോകുന്ന? നമുക്ക് റെജിയുടെ കൊടുത്തു വിട്ടാലോ? കാശ് കൊടുത്ത് റെജി കൊണ്ടുപോകും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസ്ക് അല്ലേ? അതെ, സാറിന്റെ അറസ്റ്റ് ക്യാമ്പ് മുഴുവൻ ലീക്കായിട്ടുണ്ട്. ഒരുത്തരും വിശ്വസിക്കാൻ കൊള്ളില്ല. കപ്പൽ മുങ്ങുകയാണെന്ന് അറിഞ്ഞാൽ അപ്പ കൈ കെട്ടുന്നിടത്തോട് രക്ഷപ്പെടും. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്യും? പ്രസ്ഥാനത്തിനോട് കൂറും സാറിനോട് വിശ്വസതയും ഉള്ള ഒരാൾ തന്നെ വേണം. സാറ് സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ബാലു തന്നെ പോയാൽ മതിയായിരുന്നു. അങ്കിളിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്തു കുഴപ്പമാ ബാലു? കുഴപ്പമുള്ള കാര്യത്തിന് ഞാൻ പറഞ്ഞു വിടുവോ? കേരള പോലീസ് ഇപ്പോഴും നമ്മൾ കൂടെ തന്നെയാ. പിന്നെ പോകുമ്പോ പറവൂർ വഴി പോയാൽ മതി. എടാ ജോർജി, നീ കേക്കാണോ ടച്ചിങ്സിന് അടിച്ചേക്കണേ? റൈറ്റ് ആണല്ലോ. കേക്കോ? ആ, അയ്യോ, അത് മറന്നുപോയല്ലോ. അതിനെന്താ, ഞാൻ മറക്കാതെ എടുത്തല്ലോ. ബർത്ത്ഡേക്ക് അല്ലാണ്ട് കർക്കിടക അവനാരെയും കേക്ക് മേടിക്കോ? ഇതില് പി എന്തിയടി? പി വേണമായിരുന്നാ? ആ പി വേണമായിരുന്നു. അത് എന്തിയെന്ന്? പി അല്ലേ ഞാൻ തൊട്ടുനക്കി. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, എന്താടാ ഇന്ന് 24-ാം തീയതി അല്ലേ? അതെ, 24-ാം തീയതിക്ക് എന്താ പ്രശ്നം? നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ? ആരുടെ? പ്രിയയുടെ. അതിനെന്താ നീ കേക്ക് മേടിച്ചിട്ടില്ലേ? ഇത് അവളുടെ കേക്ക് അല്ലെന്ന്. അവളുടെ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ റിയ. കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആണല്ലോ. റിയ കറക്റ്റ് ആണല്ലോ. ആണല്ലോ. എന്താടാ? ഒന്നുമില്ല, എല്ലാം സെറ്റാണ്. എന്താ വേണ്ടേ? ഞാൻ മറന്നുപോയെന്ന് വിചാരിച്ചല്ലേ? ഒന്ന് പോടാ, നമ്പർ ഇറക്കാണ്ട്. എടി ശരിക്കും ഞാൻ ഒരു സർപ്രൈസിന് വേണ്ടിട്ട് അങ്ങനെ. നീ കാരക്കുഴി ജേക്കബിന്റെ മോൻ ജോർജ് തന്നെയല്ലേ? വിശ്വസിച്ചുട്ടോ. എടി നീ പാതിരാത്രി എന്റെ അപ്പനെ വിളിക്കാതെ നീ ആ ബാൽക്കണി ഡോറും തുറന്നേ. തുറക്ക്. ആ വരുന്നു. എടി 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 എന്റെ പുറം ചൊറിഞ്ഞു തന്നെ. എന്താ? അതൊക്കെ പിന്നടയ്ക്ക ഒന്ന് ചൊറിഞ്ഞു തന്നെ. എന്റെ മാവ് മുഴുവൻ ഉറുമ്പ. എന്താ പറ്റി? മാതങ്ങട്ട്
അടങ്ങി നിക്ക്. നിന്റെ അപ്പനാണോ ആ മാവ മുഴുവൻ ഉറുമ്പിനെ കൊണ്ടിട്ടേക്കുന്നത്? നിനക്ക് ഇത് തന്നെ വേണം. മര്യാദയ്ക്ക് എന്നെ കെട്ടിരുന്നെങ്കിൽ മുന്നത്തെ വാതിൽ കൂടെ വരാറുന്നല്ലോ. ഉറുമ്പടിയാണ് നിന്റെ വീട്. ആ ഷർട്ടിങ് ഊര്, ഞാൻ ക്രീം തേച്ചുതരാം. അല്ല കുഴപ്പമില്ല, പോയി. ഷർട്ട് ഊര്. അല്ല പ്രശ്നമില്ലെന്നേ. കുളിച്ചിട്ട് നിൽക്കണം ആണെങ്കി ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ. ഓ വേണ്ട. വേണ്ട. അതെ, നീ എന്നാണോ ഫ്രണ്ട് ഡോർ കൂടെ വരുന്നേ അപ്പോഴേ ഉള്ളൂ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. എടി അതല്ല ഞാൻ പറഞ്ഞേ, ഉം. നമ്മുടെ ആ ഡ്രൈവ് ഇല്ലേ അത് പിടിച്ചാലോന്ന്. ശരിക്കും ആ ഒരു നൈറ്റ് ഡ്രൈവ്. എന്നിട്ട് 12 മണിക്ക് നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാം. കാര്യമായിട്ടും? സീരിയസ് ആയിട്ട്. എന്നാ 2 മിനിറ്റ് ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ആ റെഡിയോ? എന്താ റെഡി ആവണ്ടേ? ഞാൻ റെഡി ആയിക്കോളാം. ഞാൻ വേണ്ട, നീ ചെല്ല്. ഏയ് പ്രശ്നമില്ല, എനിക്ക് നീ സമയം. ചെല്ല്. നീ ഇവിടെ നിന്നാലേ പോക്ക് നടക്കൂല. അവിടെ ഉറുമ്പാണ് പ്ലീസ്. അന്നാ ഇതിലെ പോ. നിന്റെ അതെ, അപ്പൻ താഴെ ഉറങ്ങുന്നുണ്ടാവും. നീ മിണ്ടാണ്ട് പൊയ്ക്കോ കേട്ടോ. ഞാൻ ഇവിടെ വന്നാ പോരെ? പോ. जिंदगी एक सफर है सुहाना, हम कल किसने जाना। जिंदगी एक सफर है सुहाना। सफर है सुहाना, जहाँ कल क्या होगा। I'll shoot you one day. जिंदगी एक सफर है, I'll shoot you one day. എന്താ നിന്റെ അപ്പം നമ്മുടെ പ്രാഞ്ചികളിലൂടെ ആയിപ്പാണല്ലോ. എന്ത്? പുള്ളി കോട്ട കിട്ടുന്ന സാധനമൊക്കെ ബ്ലാക്കിൽ വിട്ടിട്ട് ഏതോ മാട്ട സാധനം അടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. ഒന്ന് പോയേ. വാ. സോറി സോറി. നീ കുടിച്ചിട്ടുണ്ടോ? ചെറുതൊരെണ്ണം നിന്റെ അപ്പനെ ഒഴിച്ചു വെച്ചത്. അതെ, കീങ് തന്നെ എന്തിന്? ഞാൻ എടുത്തോളാം. കുഴപ്പമില്ലെന്ന്. കീ താ.